വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 8 വിക്കറ്റിൻ്റെ വമ്പൻ വിജയത്തോടെ പാകിസ്ഥാൻ ടെസ്റ്റ് പരമ്പര 1-1 സമനിലയിൽ അവസാനിപ്പിച്ചു. രണ്ടാം ഇന്നിംഗ്സിൽ വെറും 117 റൺസിന് ഓൾ ഔട്ടായ വിൻഡീസിനെതിരെ വിജയലക്ഷ്യമായി 75 റൺസ് വെറും 2 വിക്കറ്റ് മാത്രം നഷ്ടമാക്കിയാണ് പാകിസ്ഥാൻ അടിച്ചെടുത്തത്. നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ 344 റൺസെടുത്ത വിൻഡീസിന് മറുപടിയായി അബ്ദുള്ള ഷെഫീഖിൻ്റെ സെഞ്ചുറിയുടെ മികവിൽ 387 റൺസ് പാകിസ്ഥാൻ നേടിയിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ പുറത്താകാതെ 160 റൺസും രണ്ടാം ഇന്നിംഗ്സിൽ പുറത്താകാതെ 24 റൺസും നേടിയ അബ്ദുള്ള ഷെഫീഖാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. എവേ ടെസ്റ്റുകളിൽ തുടർച്ചയായി 8 തോൽവികൾക്ക് ശേഷമാണ് അവസാനം ഒരു മത്സരം പാകിസ്ഥാൻ വിജയിച്ചത്. എന്നാൽ 2000-ന് ശേഷം വെസ്റ്റ് ഇൻഡീസിന് പാകിസ്ഥാനെതിരെ ഒരു ടെസ്റ്റ് പരമ്പര പോലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ തോൽവി വഴങ്ങി ഒട്ടേറെ പഴി കേൾക്കേണ്ടി വന്ന പാകിസ്ഥാന് രണ്ടാം ടെസ്റ്റിലെ ഈ വിജയം വലിയ ആശ്വാസമാണ് സമ്മാനിച്ചത്. ക്യാപ്റ്റനായുള്ള മടങ്ങിവരവിൽ ബാബർ അസമിൻ്റെ ആദ്യ വിജയവുമായി ഈ ടെസ്റ്റ് മത്സരം മാറി. ആദ്യ ഇന്നിംഗ്സിൽ 88 റൺസ് നേടി സെഞ്ചുറിക്കരികിലെത്തി റണ്ണൌട്ടായി അസം പുറത്തായത് ആരാധകർക്ക് നിരാശ സമ്മാനിച്ചെങ്കിലും ബാബറിൻ്റെ ഫോമിലേക്കുള്ള മടങ്ങിവരവ് പാകിസ്ഥാൻ്റെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മോഹങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ്. ICCയുടെ പുതിയ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സ്റ്റാൻഡിങ്ങിൽ ഇംഗ്ലണ്ടിന് തൊട്ടുപിന്നിൽ 8ാമതെത്താനും പാകിസ്ഥാന് കഴിഞ്ഞു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.